ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഇന്ന് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറേ ഐസ്ക്രീം സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയതൊന്നും എനിക്കറിയില്ല. ഏതാണ്ട് 1.5 വർഷമായിട്ട് ഞങ്ങളുടെ ഫ്രിഡ്ജിൽ തന്നെ ഒരു സൈഡ് ഈ ഒരു ഇത്രയും ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു പാക്കറ്റ് പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഓരോന്നായിട്ട് പാക്കറ്റ് തുറന്ന് ഞാൻ എടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഐസ്ക്രീം സ്റ്റിക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇനിയുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത്രയും മാത്രം മതി. എന്നിട്ട് ഈ ഒരു അളവ്, ഈ എടുക്കുന്ന ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ നമ്മളിപ്പോൾ കോരി കുടിക്കുന്നില്ല, അത്രയും ആ ഒരു അളവിൽ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അത്രയും നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഈ കൂട്ടുകാരും നമ്മൾ ഒരേ അളവിൽ ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കുക. പേപ്പറല്ല, കാർഡ്ബോർഡ് തന്നെ എടുക്കണം. എന്നിട്ട് അതിനൊരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പുണ്ടാവില്ലേ, അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ മാർക്കൊന്നും ചെയ്യുന്നില്ല. പകരം ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് സർക്കിൾ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 2 ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഒരു ഗ്ലൂ ഗൺ എടുക്കുന്നുണ്ട്, ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ കോരി കുടിക്കുന്ന ആ ഒരു ഭാഗം. അപ്പോൾ അത് തന്നെ വച്ചിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റിക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു പൂവിൻ്റെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് അതിനുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട, ഒരു ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ കൂട്ടുകാർ, ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ തന്നെ നമ്മളൊരു വേറൊരു വെറൈറ്റി വീഡിയോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അത് കൂടാഞ്ഞിട്ട് ഒരുപാട് വേസ്റ്റായിട്ട് കളയുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള, ഒരുപാട് ഭംഗിയുള്ള, ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ വെറൈറ്റി വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നേഴ്സൊക്കെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലും അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് കൂടാഞ്ഞിട്ട് പഴയ ക്ലോത്ത് വെച്ചിട്ടുള്ളതും പഴയ ലെഗിൻസ് പാൻറ്റ് വെച്ചിട്ടുള്ളതും ഷോൾ വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട്, നിങ്ങൾ ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല, എന്നാലും നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ മാക്സിമം ട്രൈ ചെയ്ത് നിങ്ങളുടെ വീട് മനോഹരമായിട്ടൊന്ന് അലങ്കരിച്ച് വയ്ക്കുക. കണ്ടില്ലേ, നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഒട്ടിച്ചെടുത്തപ്പോൾ കറക്റ്റ് ഒരു സൺഫ്ലവറിൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗി തോന്നുന്നുണ്ടായിരുന്നു. ഇനി ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ, ഇതുവരെയും സിമ്പിളാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് വേറൊരു സിമ്പിൾ മെത്തേഡാണ്. പെട്ടെന്ന് ഒട്ടിക്കിട്ടും കറക്റ്റായിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാനും പറ്റും. ഇതും വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക, നമ്മൾ ആദ്യം കാണിച്ചതുപോലെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഇത് ഒരു ഐസ്ക്രീം സ്റ്റിക്കിൽ നിന്ന് തന്നെ ഇത് 2 ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ചെറുതും ഒരു വലുതും. അങ്ങനെ ഇതത്രയും നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പഴയ ഒരു ജീൻസ് പാൻറ്റാണ്. അപ്പോൾ ജീൻസിൻ്റെ ആ ഒരു ജീൻസ് പാൻറ്റിൻ്റെ ആ ഒരു കാലിൻ്റെ പോർഷൻ നമ്മളൊന്ന് അത്രയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ കാലിൻ്റെ പോർഷനൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ഇട്ടിട്ടില്ല. ഇതിൽ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഞാൻ കത്രിക വച്ചിട്ട് ഇളക്കി കൊടുത്തേ. അങ്ങനത്തെ അത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കട്ടിയുള്ള ആ ഒരു മടക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കളയരുത്, അത് വച്ചിരിക്കുക, അത് ആവശ്യമുണ്ട്. അപ്പോൾ അത് അത്രയും ഒന്ന് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഐസ്ക്രീമിൻ്റെ ടിന്നാണ്. അപ്പോൾ ഈ ഒരു ടിന്നിൽ നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ജീൻസ് പാൻറ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളുണ്ട്, അപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്താ, ഞാൻ ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി താഴെയും ഇത്രയും നമുക്ക് ക്ലോത്ത് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. അത് വെച്ച് കൊടുക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ അതും കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ താഴത്തെ അത്രയും പോർഷനും കൂടെ ഞാൻ ദേ ഇതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ 4 സൈഡും ചെറുതായിട്ടൊന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ഒട്ടിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാലിൻ്റെ ഭാഗത്തുള്ള ആ കട്ടിയുള്ള അത്രയും പോർഷൻ. അപ്പോൾ അതിനെ നമ്മുടെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ, ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിലായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ ഗണ്ണാണ് നമുക്കിതിൽ മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഫെവിക്കോളൊന്നും വെച്ചാൽ പെട്ടെന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് മാക്സിമം ഈ ഒരു ക്രാഫ്റ്റ് വർക്കിന് ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് ഈ ടോപ്പ് പോർഷനും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും
നല്ല ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതേ കണ്ടില്ല, ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നമുക്കൊരു പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാം, പിന്നെ നിങ്ങളുടെ ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഈ പെന്നും പെൻസിലും ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റൊക്കെ ഇതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് നട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഡ്രെയിനേജിൻ്റെ ഒരു ഹോളൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് നോർമലായിട്ട് പ്ലാന്റ് ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കിലെ പൂവ് വെച്ച് കൊടുത്തപ്പോൾ ഒരു അഭംഗി, അത്രയും വലിയ പൂവ് ഈ ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ വെച്ച് കൊടുത്തപ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ അതിനെ പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഒരു പൂവിനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നുന്നുണ്ട്, കണ്ടില്ലേ? ഏതാണ്ട് ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുത്ത ഫ്ലവറിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു പ്ലാന്ററിന് ഒരു ചെറിയ കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ചെയ്തില്ലെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേ നമ്മൾ കണ്ണും ഇനി മൂക്കും ചുണ്ടും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറിന് ഞാൻ യെല്ലോ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു റൗണ്ടിൽ ഈ കണ്ണും മൂക്കും വരച്ചു കൊടുത്ത ആ ഒരു ബ്രഷ് വെച്ചിട്ടാണ് വരച്ചു കൊടുത്തത്. ചെറുതായിട്ടൊന്ന് കഴുകിയിരുന്നാൽ അതിലുള്ള ആ ഒരു പെയിൻറ്റ് പോയിട്ടില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല മാച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു ബ്ലാക്കും യെല്ലോയും കൂടെ ഒന്ന് മിക്സ് ആയപ്പോൾ കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം കേട്ടോ. ഈ ഒരു യെല്ലോ കളർ തന്നെ അടിക്കണം എന്നൊന്നുമില്ല. തീരെ അട്രാക്ഷൻ കൂടിയ കളർ, ഈ റെഡൊക്കെ അടിക്കുമ്പോൾ തീരെ നമ്മുടെ ആ ഒരു വർക്കിലെ ആ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതിനേക്കാളും ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു വിൻറ്റേജ് ലുക്കിൽ നമുക്ക് തോന്നും. അതാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. എനിക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ഒരു ജീൻസിൻ്റെ കൂടെ അതേ മാച്ചിങ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നോർമലി കളർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ കളർ മാത്രം ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് നോർമലായിട്ട് വച്ചിരുന്നാലും അതിനും ഒരു ഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ വർക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.